ആര്യൻ്റെ അമ്മയുടെ എൻട്രി വാവ്, സൂപ്പർ കേട്ടോ. ആ മ്യൂസിക് ചൂസ് ചെയ്തതിന് സമ്മതിക്കണം. സൂപ്പർ മ്യൂസിക്. മേ ബി അവരൊക്കെ നോർത്ത് സൈഡിലായതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു മ്യൂസിക് ഇട്ട് കൊടുത്തെന്ന് തോന്നുന്നു. പക്ഷെ സൂപ്പർ സോങ്ങിൻ്റെ ഒരു ഇൻട്രോയോട് കൂടി ആര്യൻ്റെ അമ്മ വരുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി ആര്യൻ നല്ല രീതിയിൽ മെൻ്റലി ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ജിഷേലിൻ്റെ അമ്മ വന്ന് കെട്ടിപ്പിടിക്കുമെന്നും അവനെ കുറച്ചങ്ങ് പുകഴ്ത്തുമെന്നും തൂക്കി തോളി വയ്ക്കുമെന്നൊക്കെ അവനങ്ങ് പ്രതീക്ഷിച്ച് കാത്തിരുന്നതാണ്. പക്ഷെ ചമ്മി നാറി പിളന്നു പോയി എന്നുള്ളതാണ്. ജിഷേലിന് പിന്നെ അമ്മയെ കണ്ടപ്പോഴത്തേക്ക് ആര്യൻ്റെ കാര്യം പറയാൻ വേറൊന്നിനുമല്ല നേരം. മേക്കപ്പ് അത് ഇത് നോക്കാം, തുണി മണി ഇതൊക്കെയായിരുന്നു. ഏതായാലും ആര്യൻ്റെ അമ്മ കസർത്തിയിട്ടുണ്ട്. ആര്യൻ്റെ അമ്മയുടെ കസർത്തിന് ഞാനൊരു മറുപടി തരുന്നുണ്ട്, ഇപ്പോഴല്ല. ആര്യൻ്റെ അമ്മയ്ക്ക് പ്ലാച്ചിയെ കാണണം, അനുമോളെ കാണണം, അനുമോളോട് സ്നേഹം, ആദില നൂറയോട് ഭയങ്കര സ്നേഹം. ആദില നൂറയോട് സ്നേഹമുള്ള ആര്യൻ്റെ അമ്മയോട് എൻ്റെ ഒരു ചോദ്യം, ആര്യൻ നെവീനെ കല്യാണം കഴിച്ചാൽ എങ്ങനെയുണ്ടാവും? നെവീൻ്റെ ഒപ്പമാണ് ഒരു ബെഡ് ഷെയർ ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. ഇതെല്ലാം പോട്ടെ, ആദിലെ നൂറ് എൻ്റെ കുട്ടികളായിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ആര്യൻ്റെ മമ്മി അറിയാനായിട്ട് പറയുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ട ആള് ജിഷേലിനെ തന്നെയല്ലേ? നിങ്ങൾ എൻ്റെ മക്കളാണ് എന്ന് പറയുമ്പോൾ ആര്യൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ജിഷേൽ നിങ്ങളുടെ മോള് തന്നെന്ന്. അപ്പോൾ മക്കളുടെ ഇഷ്ടമല്ലേ അമ്മയ്ക്ക് മനസ്സിലാവേണ്ടത്? ഇൻസ്റ്റഡ് ഇപ്പം ഞാനാണെന്ന് വയ്ക്കുക ആ പ്ലേസിൽ, തീർച്ചയായിട്ടും ആര്യന് ഇഷ്ടം ജിഷേലിനാണെങ്കിൽ ഞാൻ കടിച്ചു കൊടുക്കും. മക്കളുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്? വല്ല കുട്ടികളുടെയും പേരൻസിനെ കുറ്റപ്പെടുത്താൻ പോകുമ്പോൾ തൻ്റെ പേരൻറ്റിങ് എത്ര മികവുണ്ടെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? ആ ചെറുക്ക് അവിടെ കിടന്ന് കുത്തിത്തിരിപ്പ് കാണിക്കണമെങ്കിൽ അതിനെ ഉപദേശിക്കാൻ പോകുന്നതിന് പകരം ആ കുട്ടികളെ ബൂസ്റ്റ് ചെയ്യാൻ പോയത് എന്ത് അടിസ്ഥാനത്തെന്ന് മനസ്സിലാവുന്നില്ല. ആര്യൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു വോയിസ് ഇടുന്നുണ്ട്. അത് ഇതിന് ശേഷമുള്ളൊരു വീഡിയോയ്ക്ക് അത് ഞാൻ തീർച്ചയായിട്ടും പ്ലേ ചെയ്യും. കാരണം അമ്മമാർക്ക് പറയാനുള്ളത് ഈ അമ്മയും കൂടെ ഒന്ന് കേൾക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്. ഈ വിഷയത്തിലേക്ക് വരാം. പെൺമക്കളെ ഭയങ്കര ഇഷ്ടമാണെന്നും ഈ 2 മക്കളെ ഞാൻ അഡോപ്റ്റ് ചെയ്തു എന്നും ഒക്കെ വീരവാദം പറയുമ്പോൾ മൂന്നാമതൊരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഇവരെക്കാൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു പെൺകുട്ടിയാണ് ലക്ഷ്മി. സിംഗിൾ പേരൻ്റാണ്, ഭർത്താവ് കൂടെയില്ല, ആ ഒരു മകനുണ്ട്. അതിനെ ഒറ്റയ്ക്ക് നോക്കുന്ന നല്ല കേപ്പബിലിറ്റി ഉള്ളൊരു കുട്ടിയാണ്. അവളുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കാം. അവളുടെ വീട്ടിൽ അവരുടെ മകനോ സഹോദരനോ അച്ഛനോ ഒന്നും അന്യ സ്ത്രീക്കൊപ്പം 75 ക്യാമറകൾക്ക് നടുവിൽ ഒരേ കട്ടിലിൽ ഒരേ പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ചരിത്രവും സംസ്കാരവും ഇല്ലാത്തവരായിരിക്കാം. അതുകൊണ്ടായിരിക്കത്തില്ലേ? പക്ഷെ ലക്ഷ്മിയെ ഇൻസൾട്ട് ചെയ്ത വിധമുണ്ടല്ലോ. ഹായ് ലക്ഷ്മി എന്നൊരു വാക്കുന്നതിനപ്പുറം പോകാൻ നേരം പോലും മര്യാദയ്ക്ക് അതിനോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല ആര്യൻ്റെ അമ്മ. ഇതല്ലേ അമ്മ? പിന്നെ മകൻ അതും അതിനപ്പുറവും കാണിച്ചില്ലെങ്കിലല്ലേ അതിശയിക്കപ്പെടേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഈസി ആയിട്ട് അവൻ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സ്പീഡായിട്ട് അവൻ അതൊന്നും ഇല്ലായിരുന്നു വിഷമം. ജിഷേലിൻ്റെ അമ്മ അവനെ അവോയ്ഡ് ചെയ്തതാണ്. ഈ പൊട്ടനിക്ക് ഭ്രാന്തെന്നല്ലാതെ എന്താ പറയുക? പൊട്ടൻ എന്ത് കണ്ടിട്ടാണ് ജിഷേൽ എന്ന വ്യക്തിയുടെ പിറകെ കിടന്ന് തൂങ്ങുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ വയസ്സിലുള്ള പിള്ളേരുടെ ഒരു കുഴപ്പമാണ്. 23-25 വയസ്സിലുള്ള പയ്യനാണ്. ഇച്ചിരി ഉമ്മ വയ്ക്കാനും തൊടാനും പിടിക്കാനും ഒക്കെ തുടങ്ങിയ നാക്കും തൊക്കിയിട്ട് അവിടെ കിടക്കും. ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ആണെന്നുള്ള കാര്യം മറന്നുപോയി. അവക്ക് പൊട്ടും പൊടിയും വാങ്ങിച്ചു തന്നെ ഇവൻ മുടിഞ്ഞു പോകും. കാരണം അമ്മാതിരിയാണ്. അമ്മ വന്നപ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥകൾ അറിയുകയോ ഒന്നും അല്ലായിരുന്നു അവളുടെ ആവശ്യം. അവളുടെ മേക്കപ്പ് സെറ്റപ്പ് ഒക്കെ കിട്ടും. അമ്മ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങണേ? അമ്മ പോ, വീട് കൂട്ടിയിട്ട് പോ. അമ്മ ഇവിടെ എന്തിനാ നിൽക്കുന്നേ? മരണം നടന്ന വീടാണ്. ആ വീട്ടിൽ എന്തൊക്കെ നടന്നു അതൊന്നും ജിഷേലിന് അറിയണ്ട. ജിഷേലിന് ആവശ്യം അവളെ മേക്കപ്പ് സെറ്റും അവളെ തുണിമണികളുമാണ്. ഇത്രയും സെൽഫിഷായി തിങ്ക് ചെയ്യുന്ന, ഇത്രയും വിവരമില്ലാത്ത ഒരു പെണ്ണിനെയാണ് ആരെയും ചൂസ് ചെയ്തതെന്നുള്ളതാണ് ചിരിക്കാനുള്ള വക. ആ മകൻ്റെ അമ്മയ്ക്ക് പിന്നെ ഇത്ര ബോധമല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടു. അതേപോലെ തന്നെ മൂത്ത മകനും കൂടെ വന്നിട്ടുണ്ട്. അനുമോളുടെ അടുത്ത് വളരെ കെയറിംഗ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് പുറത്തുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടാണ്. പുറത്തുള്ളവർക്ക് അനുമോളുടെ അടുത്ത് നല്ല സപ്പോർട്ടാണെന്ന് തിരിച്ചറിവ് കൊണ്ടാണ് വന്ന് അനുമോളെ ഒന്ന് കംഫർട്ട് ആക്കാനുള്ള ലെവല് കാണിച്ചത്. പ്ലാച്ചിയെ നോക്കുന്നു. അതുപോലെ ചേട്ടൻ ഒരു പടി കൂടെ മുൻപോട്ട് പോയിട്ട് പ്ലാച്ചി എടുത്ത് എറിയുന്നു. അതിനവൾ മറുപടി ഇടും, പിന്നെ നീ അങ്ങ് ചെയ്യും. നീ ചെയ്താലും അത് ഫേസ് ചെയ്യാൻ തക്കവണ്ണം അവൾ പ്രാപ്തയായി എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അവർ കുറച്ച് സെൻസിറ്റിവിറ്റി കൂടിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. അനുമോളുടെ വീട്ടുകാരൊക്കെ തന്നെ എപ്പോഴും കരച്ചിലും മീൻസ് വളരെ സെൻസ് കൂടിയ ആൾക്കാരാണ്. ഐ മീൻ എന്താ പറയുന്നത്, സെൻസിറ്റീവ് പീപ്പിൾ ആണെന്ന് തോന്നണം. വിശദമായിട്ട് അറിയത്തില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യനെയും ജിസേലിനെയും ഉപദേശിക്കുന്ന ആളിന് എന്തുകൊണ്ട് ആദിലെ നൂറെ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറയുന്നില്ല? പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാൻ അറിയാം. സ്വന്തം മക്കളുടെ അടുത്ത് അങ്ങനെയൊക്കെ പറയാൻ അറിയാമല്ലോ. അവരൊന്നിച്ച് കിടക്കട്ടെന്ന്. ആണും അല്ലല്ലോ, പെണ്ണും അല്ലല്ലോ. അവരാണും പെണ്ണും അല്ലേ? അത് നമ്മുടെ സമൂഹം അംഗീകരിച്ച സാധന. അതുപോലും അംഗീകരിക്കാൻ പറ്റാത്ത തള്ളയാണത്രേ ആദിലെ നൂറെ അംഗീകരിക്കാൻ പോണത്. ഇത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. ആര്യൻ്റെ അമ്മ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പടുപൊട്ടത്തികളെ അംഗീകരിക്കുന്നതായിട്ട് അങ്ങോട്ട് എന്ന് പറയുകയാണ്, തെത്തെടുക്കുകയാണെന്ന്. ഇത് കേട്ടിട്ട് രണ്ടും കൂടെ കിടന്ന് അങ്ങ് മലന്ന് കിടന്ന് പറയണം,
നമ്മുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇത്രയും കുടുംബങ്ങളില്ലെന്ന് ചെന്നാൻ പറയുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ചെല്ല് കേട്ടാ, അപ്പം അറിയാം എന്താന്നാ. ഇവരൊക്കെ ഇതൊക്കെ വല്ല പുരോഗമനവാദം പറയും. ഈ പറഞ്ഞ പുരോഗമനവാദം കളവാണെന്ന് തെളിയിക്കാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ജിസേലും ആര്യനും ഒന്നിച്ച് കിടക്കാൻ പാടില്ലെന്ന് എന്തിനാ ശ്രീ പറഞ്ഞു? പുരോഗമനവാദിയാണെങ്കിൽ, നിങ്ങളെ റിലേഷൻഷിപ്പ് അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആര്യന്റെ അമ്മ എന്തിനാണ് ജിസേലിനെയും ആര്യനെയും ഒന്നിച്ച് കിടക്കണ്ട എന്ന് പറഞ്ഞത്? തനിച്ച് ഗെയിം കളിക്കൂ എന്ന് എന്തിനാ പറഞ്ഞത്? ശരിയായിരിക്കാം, പുറത്തുള്ളവർക്ക് അത് ഇഷ്ടമില്ലായിരിക്കാം. അവർ ഒന്നിച്ച് കിടന്നാൽ എന്താ പ്രശ്നം? എന്തുകൊണ്ട് ആദിലി നൂറയുടെ അടുത്ത് അവരത് ഉപദേശിച്ചില്ല? കാരണം അവരുടെ മക്കളല്ലല്ലോ. അവരുടെ മക്കൾ എങ്ങനെ പോയാൽ ആർക്കെന്ത്? മറ്റുള്ളവരുടെ മക്കൾ എങ്ങനെ പോയാൽ ആർക്കെന്ത്? സ്വന്തം മക്കൾ ഡീസന്റ് ആയിരിക്കണം. അതാണ് ആ തള്ള. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കാണാനുള്ള ചന്തം അവരുടെ ഹൃദയത്തിനില്ല, ഹൃദയശുദ്ധി ഇല്ലാത്ത സ്ത്രീയാണ് എന്ന് ആര്യന്റെ അമ്മ ഓരോ തവണയും തെളിയിച്ചു എന്നുള്ളതാണ്. വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം അനുമോൾക്ക് പുറത്ത് നല്ല അക്സെപ്റ്റൻസ് ആണ്. പക്ക ഫേക്കാണ് ആ സ്ത്രീ. ആര്യന്റെ അമ്മ പടുപക്ക ഫേക്കാണ് ആ സ്ത്രീ. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഡയലോഗ് പറഞ്ഞത്. അതുപോലെ ലക്ഷ്മി ഇൻസൾട്ട് ചെയ്തത്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ലക്ഷ്മിയുടെ ക്യാരക്ടർ എന്താണെന്നോ ലക്ഷ്മി പറ്റത് അവിടെ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ വേറെയാണ്. പക്ഷെ ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ മാത്രം ശബ്ദമല്ല, കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരേ സ്വരത്തിലുള്ള ശബ്ദമാണ്. അത് മനസ്സിലാക്കാൻ മിനിമം ബോധ നിലവാരം വേണം. സ്വന്തം വീട്ടിൽ ഒരു പെൺകുട്ടി ഇതുപോലെ പോയാൽ സമ്മതിച്ചു കൊടുക്കുക. പോട്ടെ, ആര്യൻ തന്നെ ഇപ്പൊ ജിഷേലിന്റെ കൂടെ കിടക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ട് വേണ്ട, നെവിന്റെ കൂടെ കിടക്കട്ടെ, സമ്മതിച്ചു കൊടുക്കോ തള്ള? കെട്ടിച്ചു കൊടുക്കോ തള്ള? അറിയാത്തോണ്ട് ചോദിക്കുന്നുണ്ട്. പോട്ടെ, മൂത്ത മോൻ ഉണ്ടായിരുന്നല്ലോ, അവനും നെവിനും നല്ല ഇത് കോമ്പിനേഷൻ. പോവാൻ നേരത്തെ എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ആ കൊള്ളാമല്ലോ, മോനെ നെവീനെ കൊണ്ട് കെട്ടിക്ക്. അവർ രണ്ട് നല്ല ചേർച്ച. അവനാണെങ്കിൽ സ്ത്രൈണതയുണ്ട്, വേണമെങ്കിൽ അവന്റെ മുടിയൊക്കെ വളർത്തി ചന്തി ആട്ടുന്ന കണക്കുള്ള തരത്തിലുള്ള അത്രയുള്ള മുടിയും വളർത്തി ഒരു പെൺവേഷവും കെട്ടിച്ച് നെവീനെ കെട്ടിച്ചു കൊടുത്തള്ളേ. അതല്ലേ നല്ലത്? അതാണ് ഡീസൻസി. അപ്പൊ ഇതൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളെ കാണാൻ അമ്മമാർ വന്നില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആദില നൂറയുടെ ആ പേരൻസിന് കിട്ടേണ്ടുന്ന ഒരു നെഗറ്റിവിറ്റി അവർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളിത് പറയുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു സംഭവം വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും കൂടെ കാണിക്കണം. അതിൽ പരാജയമായി മാറിയ ആര്യൻ്റെ അമ്മ ഈ ചെയ്തത് വൃത്തികേടാണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഞാൻ വീണ്ടും എടുത്തു പറയാം, കൃത്യമായി പറയാം. ആര്യൻ്റെ അമ്മ എൻട്രി ആകുന്നു, ലക്ഷ്മിയോട് കെട്ടിപ്പിടുത്തൊന്നുമില്ല, ഹായ് പറയുന്നു, കഴിഞ്ഞു. ലക്ഷ്മിയെ ശത്രുപക്ഷത്ത് വെക്കുകയാണ്. ഒരുപക്ഷെ ബിഗ് ബോസിന്റെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കും, അവർ പറഞ്ഞു വിട്ടതായിരിക്കും. അവർ അതും അതിനപ്പുറം പറയുന്ന ടീമുകളാണ്. പണ്ട് മസ്താനിയെ എടുത്തു വെച്ച് അങ്ങ് ഉരുട്ടുന്ന സമയത്ത് മസ്താനിയെ ഉപദേശിക്കുന്ന മാടം തന്നെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇവരെ പോലെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചി തൂങ്ങിച്ചാവുമെന്ന്. ആ പറഞ്ഞ സാധനമാണ്. അപ്പൊ അങ്ങനെ അവരവരുടെ വീട്ടിലാണെങ്കിൽ അവരവർ തൂങ്ങിച്ചാവും. അതേസമയം അവിടെ പ്രശ്നമില്ലെന്നാണ് പറയണേ. അത് നീ ഞാൻ കേൾപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടും ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അമ്മ അതിലൊരു വർത്താനം പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു വിട്ടതാണെങ്കിൽ പോലും അവനവന്റെ മര്യാദ വിട്ടൊരു കാര്യം പറയാൻ പോകരുത്. മനസ്സിലായോ? നിങ്ങൾ അവിടെ ചെന്നിട്ട് ആര്യനും ജിസേലും കൂടെ ഒരു ബെഡിൽ കിടക്കുന്ന കാര്യം പറ്റത്തില്ല എന്ന് മാറി കിടക്കണമെന്നും നിർദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ അങ്ങനെ പോകുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ളവരുടെ കുട്ടികൾ അങ്ങനെ നിന്നാൽ നിങ്ങൾ വാം വെൽക്കം ചെയ്ത് വീടിനകത്തേക്ക് താമസിപ്പിക്കും. എത്ര ദിവസം താമസിപ്പിക്കും തള്ളേ? കൂടെ കയറ്റി കിടത്തുവോ? ആര്യന്റെ നടുക്കൊണ്ട് കിടത്തുവോ? രണ്ട് പെണ്ണുങ്ങൾക്കും കൂടെ നടുക്ക് കിടത്തുവോ? അവർക്ക് അമ്മയാകാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ്. എന്തായാലും ആണിന്റെ ബീജമില്ലാത്ത പെണ്ണുങ്ങൾ പെറൂലല്ലോ. അപ്പൊ ഈ പെണ്ണുങ്ങളെ പെറിയിക്കാൻ വേണ്ടിയിട്ട് മോന്റെ ബീജം കൊടുക്കുവോ തള്ള? മനസ്സിലാക്കാത്തോണ്ട് ചോദിക്കുന്നതാണ്. കുറച്ചൊക്കെ കോമൺ സെൻസ് ആവാം കേട്ടോ. തീരെ ആരെങ്കിലും പറഞ്ഞ സൊൽബുദ്ധിക്ക് അവിടെ പോയി തള്ളി കൊടുക്കരുത്. മോന്റെ എബിലിറ്റി കൊണ്ടല്ല മോൻ അവിടെ നിൽക്കുന്നത്. മോന്റെ കാമക്കഴപ്പ് വിഷ്വലൈസ് ചെയ്താൽ അത്രയും ആൾക്കാരുടെ അട്രാക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് ബിഗ് ബോസ് ഈ 2 വാഴകൾ അവിടെ നിർത്തിയേക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന 2 വാഴകൾ, ആ 2 ലൈഫ് എവിടെ നിൽക്കുന്നതെന്ന് പോയി നോക്ക്. എന്തെങ്കിലും ഒന്ന് ആയോ എന്ന് നോക്ക്. അതുപോലെ ആകും മോനും മോന്റെ കൂടെ നടക്കുന്ന ആ ഇടുമ്പിയും. രണ്ടും കണക്കാ. എന്നിട്ട് അതൊന്നും പോരാതെ മറ്റുള്ളവരുടെ നെഞ്ചിലേക്ക് കുത്താനായിട്ട് വന്ന് നിൽക്കുകയാണ്. ആ വീട്ടുകാരുടെ മനസ്സിലുണ്ടാകുന്ന വേദന എന്ന് ആലോചിച്ച് നോക്കിയാണ്. നിങ്ങളുടെ മക്കള് ഒരേ ഇതിലുള്ള നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന റിലേഷൻഷിപ്പായ ആ ഭാര്യാഭർത്തൃ ബന്ധമോ കാമുക ബന്ധമോ ഫ്രണ്ട്ഷിപ്പ് ബന്ധമോ ഒക്കെ അവിടെ കാണിക്കുന്നത് പോലെ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നു, അവരൊന്നിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, നിങ്ങൾ അതിനെ വിലക്കുന്നു. അത് വിലക്കിയ നിങ്ങൾ എങ്ങനെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നത്? അതിലേക്ക് ഞൂറയ്ക്ക് ഞാൻ വീട് നൽകാന്ന് ജിസേലിനെ കൊണ്ടുപോയി നിന്റെ വീട്ടിൽ നിർത്ത്. ജിസേൽ നല്ലതാ, മേക്കപ്പ് ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി. അവർക്ക് രാവിലെ തിന്നാൻ 1.5 കിലോ ലിപ്സ്റ്റിക്കും 5.5 കിലോ മേക്കപ്പും വാങ്ങിച്ചു കൊടുത്താൽ മതി. അത് തിന്നുകൊണ്ട് അവിടെ ഇരുന്നോളൂ. മേക്കപ്പിൽ മാത്രം ജീവിക്കുന്ന ഒരു പെണ്ണാണ് അത്. അരയും കുറേ ഇട്ടില്ലെങ്കിൽ മൂത്ത മോനും കയറി പ്രോഗ്രാം ചെയ്യും. അമ്മാതിരിയാണ് പെണ്ണിന്റെ വസ്ത്രധാരണം. എന്ത് പുരോഗമനവാദം തന്നെ. കേരളീയർ തന്നെയല്ലേ, മലയാളം തന്നെയല്ലേ ഉണ്ടാക്കുന്നത്, മലയാളികൾ തന്നെയല്ലേ. ഒരു അല്പം മനുഷ്യത്വമൊക്കെ കാണിക്കാം കേട്ടോ. ഇതൊക്കെ വൃത്തികേടാണ്. അതും ആ ലക്ഷ്മി എന്ന കുട്ടി അത് അവിടെ തനിച്ചല്ലേ. ആര്യന് ജിസേലുള്ളത് പോലെ, ജിസേലിന് ആര്യനുള്ളത് പോലെ ലക്ഷ്മിക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയും ഒരു ആണുങ്ങളുള്ള ഒരു ക്രൗഡിൽ നിന്നിട്ടും അവിടെ അവൾ ആരെയും സോപ്പിട്ട് കൂടെ കിടത്താൻ നോക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള വ്യക്തിത്വമൊന്നും ആ പെൺകുട്ടിക്കില്ലല്ലോ.
അവളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അത് അവളുടെ അഭിപ്രായമല്ല, അവളുടെ കുടുംബത്തിന്റെ അഭിപ്രായം, അവളുടെ വീട്ടുകാരുടെ അഭിപ്രായം. ആ അഭിപ്രായമുള്ള കോടിക്കണക്കിന് ജനം പുറത്തുണ്ട്. ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞേ. ഇനിയിപ്പോ എന്താ? അതുകൊണ്ട് നീ അവരെ പിടിച്ചങ്ങ് ദത്തെടുക്കുമോ? എന്നാ നീ ദത്തെറി. ഒത്തിരി പേരുണ്ട് ആ LGBT-ൽ 1000-ഓളം പേരെ എനിക്കറിയാം. നീ എല്ലാവരും വീട്ടിൽ കയറ്റി താമസിപ്പിക്കും. അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വീടുകളിൽ ഒതുക്കണം. ആ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തികളിലേക്ക് പോകാതെ മര്യാദയ്ക്ക് ജീവിക്കണം. അതാണ് വേണ്ടത്. അരയും കുറയും തുണിയിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള വൃത്തികെട്ട കണ്ടെടുത്തിനെ ചുമക്കാനായിട്ട് അവള് വന്നേക്കുന്ന അവളാണത്ര നീ ദത്തെടുക്കാൻ. നീ ആര്? ദത്ത് കുലസ്ത്രീ വന്നിരിക്കുകയാണ്. ആദ്യം സ്വന്തം മോൻ അവളോടെ കിടക്കുന്നതിന് കംപ്ലൈന്റ് ഇല്ലെന്ന് പറയാം. ഒരു കംപ്ലൈന്റും വേണ്ട. എന്തിനാപ്പോ? ഇതാ കൊച്ചുണ്ടാവുമെന്ന് പേടിയാ? ചെറുക്കൻ കറിയെല്ലാം ചെയ്തു കളയുന്ന പേടിയാണോ? എനിക്കിത് കണ്ടിട്ടുള്ള കലി കൊണ്ട് പറഞ്ഞതാണ്. കൂടുതലൊന്നുമില്ല. ആര്യൻ്റെ അമ്മ കാണിച്ച ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിസ്റ്റം. പിന്നെ പ്ലാച്ചിയെ എടുത്ത് വെച്ച് കൊഞ്ചുന്നുണ്ട്. അപ്പോൾ ഉണ്ട് ആര്യം പറയുന്നു, നോക്കൂ എനിക്ക് അനുമോളും അമ്മയും തമ്മിൽ ഒരു വ്യത്യാസം തോന്നില്ല. ആടാ, നിന്റെ അമ്മയ്ക്ക് പ്ലാച്ചി വെച്ച് കൊഞ്ചാങ്കി ആ കൊച്ചിന് കൊഞ്ചിക്കൂടെ? അതിന് 30 വയസ്സല്ലേ ആവുള്ളൂ. നീ അന്ന് എന്തെല്ലാം പറഞ്ഞു? നിന്റെ കഴുകന്മാരായ ഫാൻസ് എന്തെല്ലാം പറഞ്ഞു അനുമോളെ കൊത്തി വലിക്കുന്നുണ്ടല്ലോ. നിന്റെ അമ്മച്ചിക്ക് പോലും ആ പ്ലാച്ചിയെ കാണുമ്പോൾ കൊഞ്ചണമെന്ന് തോന്നുന്നു. എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിത്തം ഉറങ്ങുന്നുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം പ്രാമിൽ നടക്കും, പിന്നെ ലേറ്റർ ഓൺ വാട്സ് വീൽ ചെയറിൽ പോകും. അങ്ങനെ തന്നെയാണ് ആ സർക്കുലർ. അങ്ങനെയാണ് വളരെ വളരെ നമുക്ക് കുറച്ച് പ്രായം ചെല്ല നമ്മളുടെ ഉള്ളിലേക്ക് കുട്ടിത്തം കയറുക തന്നെ ചെയ്യും. അതൊരു കുഴപ്പമാണ്. ആ ഒരു കുഴപ്പം പറഞ്ഞുകൊണ്ട് അനുമോളെ എങ്ങനെയെല്ലാം ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചവരാണ് ഇവരൊക്കെ. ഇപ്പൊ വന്നേക്കുന്ന പുതിയ വർത്തമാനം കൊണ്ട് ടോം ആൻഡ് ജെറികളെ വരൂ, ഇങ്ങ് വരൂ, ഞാൻ കെട്ടിപ്പിടിക്കട്ടെ. ടോം ആൻഡ് ജെറിയ ആ ടോം ആൻഡ് ജെറി ആയിട്ടാ തോന്നുന്നു. ആ പെൺകുട്ടിയെ നിരന്തരമായി പിറകെ നടന്ന് ആക്രമിച്ച് മെന്റലി ഡിസ്ട്രാക്ട് ചെയ്ത് നാണം കെടുത്തുക മാത്രമല്ല കാമാസക്തിയോടെ എൻ്റെ കാലുകളിലേക്ക് കാല് കുത്തി കയറ്റി എന്ന് വരെ പറഞ്ഞവരല്ലേ ആര്യൻ. നിങ്ങളുടെ മകൻ എത്ര വ്യക്തിത്വം ഉള്ളവരാണെങ്കിൽ അങ്ങനത്തെ വർത്തമാനം പറയും. എന്ത് വൃത്തികേടാണ് അനുമോളെ പറ്റി ഈ ആര്യൻ പറഞ്ഞത്. നിങ്ങളത് ഒന്ന് വിലക്കെങ്കിലും ചെയ്തോ? ആ പെൺകുട്ടിക്ക് ഒരു ലൈഫില്ലേ? ആദില നൂറയ്ക്ക് മാത്രമാണോ ലൈഫ്? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പൂമ്പാറ്റകൾ. ആർക്ക് പൂമ്പാറ്റ? പാറി പറഞ്ഞ് നടക്കട്ടെന്ന് ആരാ വേണ്ടെന്ന് പറയണേ? വൃത്തികെട്ട ജന്തുക്കൾ. എനിക്ക് പെമ്മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ നീ ലക്ഷ്മി ദത്തെടുക്ക്, ജിസേലിനെ ദത്തെടുക്ക്, അനുമോളിനെ ദത്തെടുക്ക്. അത് ആദില നൂറ. അവർ പെമ്മക്കളല്ല, അവർ ലെസ്ബിയൻസാ. അവർ സ്ത്രീകളല്ല. സ്ത്രീകൾക്ക് തന്നെ അപമാനമായ 2 എണ്ണമാ ലെസ്ബിയൻസ് എന്ന് പറയും. അവർക്ക് സ്ത്രീകളെ കാണുമ്പോൾ കാമ ഇളകും. രണ്ടും കൂടെ ഏത് നേരം ബാത്റൂമിനകത്ത് കയറുന്ന കണ്ടിട്ടില്ലേ? ബാക്കി അവിടെയുള്ള എല്ലാ ആണും പെണ്ണും പിന്നെ വിവാഹം കഴിഞ്ഞവരും ഭാര്യയെ വീട്ടിൽ വിട്ടിട്ട് നിൽക്കുന്ന എത്രയോ പുരുഷന്മാരവിടെ ഉണ്ട്. അവിടെ ആരെങ്കിലും അതിനകത്ത് കയറി അതുപോലത്തെ വേലകൾ കാണിക്കുന്നുണ്ടോ? എന്തിന് പിന്നെയും ഭർത്താവും ഉണ്ടല്ല, അവർ ബാത്റൂമിനകത്ത് കയറി എന്തെങ്കിലും ചെയ്യുന്ന. പക്ഷേ ഇവർ പോകാറുണ്ട് രണ്ടും കൂടെ ബാത്റൂമിനകത്ത്. കാമം മാത്രമാണ് അവരുടെ റിലേഷൻഷിപ്പ്. ആ മറ്റേ പെണ്ണിന്റെ കുത്തിക്കഴപ്പ്, അതിന് ഈ പെണ്ണ് ബലിയാടാവുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലായത്.